ഹായ് കുട്ടീസ്, ഇത് നമ്മൾ എക്സാമിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ അല്ലേ. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ നിങ്ങളെ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് 1/3 ഡിവൈഡഡ് ബൈ 6/5. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? ഡിവൈഡ് ചെയ്യാനുള്ള ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പോൾ എന്താണ് ഈ റെസിപ്രോക്കൽ എന്ന് അറിയാത്ത ആളുകളോടാണ് പറയുന്നത്. ആരെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അവനൊന്ന് തലതിരിച്ചിടുക. അപ്പോൾ തലതിരിച്ചിടുമ്പോൾ എന്ത് വരുടാ? ഈ 5 നേരെ മുകളിലേക്ക് വരും അല്ലേ. അപ്പോൾ നമുക്ക് 5/6 എന്നായിട്ട് ആ ഒരു ഫ്രാക്ഷൻ മാറി കിട്ടും. സോ ഇനി എന്ത് ചെയ്യണം? നമ്മൾ 1/3നെ 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സിമ്പിളാണ്. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 × 5 5 ആണ്. 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ 5/18 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഇപ്പോൾ ബോർഡിൽ കാണുന്ന ഒന്ന് ചെയ്ത് നോക്കിയാലോ. 1/2 ഡിവൈഡഡ് ബൈ 3/5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? 3/5 ആണ് അല്ലേ. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ അതിനൊന്ന് തലതിരിച്ചിട്ടാൽ 5 നേരെ മുകളിലേക്ക് വരും. അപ്പോൾ 5/3 എന്നായിട്ട് മാറും ആ ഒരു ഫ്രാക്ഷൻ. സോ ഇതിനെ എന്ത് ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 5 5 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ആൻസർ 5/6 എന്ന് വന്നിട്ടുണ്ടാവും. സോ ഇതുപോലെ തന്നെ ഇപ്പം ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കാണണം. നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം.